City Gold, Gold and Diamonds, Kerala and Karnataka. ആ ട്രാൻസ്ഫർ ചെയ്യുന്നവർക്ക് അവർക്ക് പരിഹാരമായി കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിക്കുവാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെ സമീപിക്കുന്നതിന് കാലപരിധി ഏർപ്പെടുത്തിക്കൊണ്ടൊരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നു. ക്ലാസ് 4 ജീവനക്കാരൻ്റെ 10% പ്രൊമോഷനുണ്ട്. ആ പ്രൊമോഷൻ തകർത്തുകൊണ്ട് മറ്റൊരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നു. എല്ലാ മേഖലയിലും, സമസ്ത മേഖലയിലും സർക്കാർ ജീവനക്കാരനെ ഇല്ലായ്മ ചെയ്യുന്ന ഈ സംവിധാനം തകർക്കുന്ന ഒരു സമീപനവുമായിട്ടാണ് ഈ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. അതിനെതിരെ ഈ അടൂരിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനം രൂപം നൽകുന്ന സമര പരിപാടികളുമായി NGO അസോസിയേഷൻ ശക്തമായി ഈ സിവിൽ സർവീസിൻ്റെ വീണ്ടെടുപ്പിനായി, ഈ സിവിൽ സർവീസിൽ ജോലി ചെയ്യുന്ന കേരളത്തിലെ ലക്ഷക്കണക്കിന് ജീവനക്കാരുടെയും അധ്യാപകരുടെയും സംരക്ഷകരായി NGO അസോസിയേഷൻ സമരരംഗത്തേക്ക് വരുമെന്നും ഈ ഗവൺമെൻറ്റിനെതിരെ ശക്തമായ സമരപരിപാടി എടുക്കാനുള്ള തീരുമാനമായിട്ടാണ് സംഘടന മുന്നോട്ട് പോകുന്നത്. വേണ്ടയോ എന്നതിൻ്റെ ആ മെഡിസപ്പ് പദ്ധതി തുടരാതിരിക്കുവാനുള്ള ഒരു ചിന്തയുടെ ഭാഗമായിട്ടാണ് ഇന്നലെ നടന്ന ചർച്ച. അപ്പോൾ ആ ചർച്ചയിലും കൃത്യമായ വിഷയങ്ങൾ NGO അസോസിയേഷൻ അഡ്രസ് ചെയ്തു. വിഹിതമില്ലാതെ സർക്കാരിന് 1 രൂപയുടെ ചെലവ് പോലുമില്ലാത്ത ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ് അവർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. ഇതൊക്കെ സർക്കാരിന് ജീവനക്കാരിൽ നിന്നുള്ള ചില ആനുകൂല്യങ്ങൾ നിർത്തലാക്കുന്നതിനപ്പുറം അവൻ്റെ മാസശമ്പളത്തിൽ നിന്ന് ചില തുകകൾ പിടിച്ചെടുക്കുന്ന ഒരു സമീപനം. ഏകദേശം 322 കോടി രൂപ ഒരു വർഷം ഗവൺമെൻറ്റിന് ലാഭമുണ്ടാക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് മെഡിസപ്പ് മാറിയത്. ഏത് വിഷയമെടുത്താൽ ഇവിടെ ആശ്രിത നിയമനത്തിൽ കൈവച്ചിരിക്കുന്നു. സർക്കാർ ജീവനക്കാരെ കാസർഗോഡ്, ഇതിപ്പോൾ കാസർഗോഡ് ജില്ലയാണ്, കാസർഗോഡ് ജില്ലയിലേക്ക് ഏറ്റവും കൂടുതൽ പേര് ജോലി ചെയ്യുന്ന തെക്കൻ ജില്ലകളിൽ നിന്നാണ്. അവരെയൊക്കെ ഇങ്ങനെ കുറച്ചുകൂടെ കൊണ്ട് പറഞ്ഞുകൊണ്ട് തന്നെ ചോദിച്ചപ്പോഴാണ് ഇവിടെ 32-33 ദിവസത്തെ പണിമുടക്കിലേക്ക് കേരളത്തിലെ സർക്കാർ ജീവനക്കാർ പോകും. അപ്പോൾ ഇപ്പോൾ ആ 30 ദിവസത്തെ ലീവ് സറണ്ടറാണ് 5 കൊല്ലമായി തടഞ്ഞു വെക്കുന്നത്. ഇത്തരത്തിൽ വളരെ ഒരു ശത്രുതാപരമായ സമീപനമാണ് ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം കേരള NGO അസോസിയേഷൻ എല്ലാ മേഖലകളിലും നടത്തുന്നുണ്ട്. ഇവിടെ സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി എന്ന് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് വിഭാവന ചെയ്തതിനെ ഇവിടെ മെഡിസപ്പ് എന്ന് പറയുന്ന രീതിയിൽ ഒരു ഇൻഷുറൻസ് പദ്ധതി ആരംഭിച്ചു. അതിൻ്റെ ചർച്ച കഴിഞ്ഞ ദിവസം ധനകാര്യ വകുപ്പ് മന്ത്രി വിളിച്ചു. ആ ചർച്ചയും പ്രഹസനമാണ്. അതായത് നിലവിലുള്ള മെഡിസപ്പ് പദ്ധതി നിർത്താൻ വേണ്ടിയുള്ള ഒരു ചർച്ചയാണ്. ഇത് തുടരണമോ എന്ന് ചോദിച്ചുകൊണ്ട്, അത് തുടരുന്ന സമയത്ത് അതിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ചർച്ച നടത്തിയിട്ടില്ല. അസോസിയേഷൻ്റെ 49ാം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയാണ് ഇവിടെ കാസർഗോഡ് ജില്ലയിൽ നിന്ന് സമ്മേളനം നടക്കുന്നത്. ഈ സമ്മേളനത്തിൽ കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ വിവിധങ്ങളായ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് NGO അസോസിയേഷൻ സമ്മേളനങ്ങളിലൂടെ കടന്നു പോകുന്നത്. ഇന്ന് കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാർ ഏകദേശം 42,000 കോടി രൂപയാണ് കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും പെൻഷൻകാർക്കും മാസം തോറും നൽകാനുള്ളത് പിടിച്ചു വച്ചിരിക്കുന്നത്. ഇത്രയും ഭീമമായ ഒരു തുക കേരള ചരിത്രത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ പോലും ഒരു ഗവൺമെൻറ്റും കൊടുക്കാതിരുന്നിട്ടില്ല. കൃത്യമായി പറഞ്ഞാൽ ഈ മാസം, കഴിഞ്ഞ മാസം ലഭിക്കേണ്ട ശമ്പളത്തിൽ നിന്നും 22% സർക്കാർ ജീവനക്കാർക്ക് കുറവ് വന്നിരിക്കുന്നത്. 22% എന്ന് പറയുമ്പോൾ അത് കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ ഒരു മാസത്തെ ശമ്പളത്തിലെ 6 ദിവസത്തെ ശമ്പളമാണ്. അത് ഈ പങ്കാളിത്ത പെൻഷൻകാരിൽ അത് 5 മാസം കൂടുമ്പോൾ ഒരു മാസത്തെ ശമ്പളം കിട്ടാത്തതിന് തുല്യം. 10 മാസം കഴിയുമ്പോൾ 2 മാസത്തെ ശമ്പളം പിടിച്ചു വെക്കുന്നതാണ്. ഇത്തരം ഒരു ഗതികെട്ട അവസ്ഥ ഒരിക്കലും ഉണ്ടായിട്ടില്ല. എല്ലാ മേഖലയിലും പരാജയപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഈ സർക്കാർ സംസ്ഥാന സർക്കാർ ജീവനക്കാരെ അവരുടെ ആനുകൂല്യങ്ങൾ 2019 ശമ്പള പരിഷ്കരണത്തിൻ്റെ അരിയർ 4 ഗഡു കൊടുക്കാനുള്ള സമയം കഴിഞ്ഞു. 1 ഗഡു പോലും കൊടുത്തിട്ടില്ല. 2024 ജൂലൈയിൽ ആരംഭിക്കേണ്ട ശമ്പള പരിഷ്കരണത്തിൻ്റെ നടപടികൾ ഒന്നും ആരംഭിച്ചിട്ടില്ല. കഴിഞ്ഞ 5 കൊല്ലമായി ലീവ് സറണ്ടർ തടഞ്ഞു വയ്ക്കുന്നു. മുമ്പ് ശ്രീമാൻ AK ആൻ്റണി കേരളം ഭരിക്കുന്ന സമയത്ത്
മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. ഇൻഡസ്ട്രി മുസ്കാൻ എന്ന് പറഞ്ഞ ഒരു ബോഡി ലോഷൻ. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇവിടെ നല്ലൊരു മുസ്കാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ ഓപ്പൺ ചെയ്തത് ഈ രൂപത്തിലായിരുന്നു ഇതിന്റെ ഓപ്പണിംഗും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷെ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെ കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി, അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. ഒരു കാരണവശാലും വെള്ളത്തിൽ ഒരാൾ മുങ്ങിത്താഴ്ന്നു കൊണ്ടാൽ എടുത്ത് ചാടരുത്. കാരണം നിങ്ങളിൽ പല ആളുകളും ധരിച്ചു വെച്ചിട്ടുണ്ടാവും നീന്തൽ അറിയാം, അതുകൊണ്ട് ചാടി ഇറങ്ങി ഒരു ജീവൻ രക്ഷപ്പെടുത്താം എന്ന് വിചാരിച്ച് ഓടിപ്പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവൻ അപകടത്തിലാവും. മുങ്ങിത്താഴ്ന്ന ആൾ നിങ്ങളെ പിടിക്കും. നിങ്ങളെ പിടിച്ചു കഴിഞ്ഞാൽ അവിടെ 3 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് അവനെ കരക്കി എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും വെള്ളത്തിനടിയിലോട്ട് പോയി മുങ്ങി മരിക്കും. നമുക്ക് ഭക്ഷണം കഴിക്കാതെ വേണമെങ്കിൽ 30 ദിവസം ജീവിക്കാം. പക്ഷെ ശ്വാസം എടുക്കാതെ 3 മിനിറ്റിൽ കൂടുതൽ ഒരാൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയില്ല. ഇപ്പൊ ഇദ്ദേഹം ഇവിടെ വെള്ളത്തിൽ മുങ്ങി താഴെന്ന് വിചാരിക്കുക. നമ്മള് മുന്നിൽ കൂടെ ഫ്രണ്ടിൽ കൂടെ നീന്തി ഇയാളെ രക്ഷപ്പെടുത്താൻ പോയാൽ, അല്ലെങ്കിൽ അദ്ദേഹം എന്നെ രക്ഷപ്പെടുത്താൻ ഞാൻ എന്ത് ചെയ്യും? ഇയാളെ മുക്കി താഴ്ത്തും. എന്നിട്ട് ഞാൻ മേലോട്ട് പൊന്താൻ ശ്രമിക്കും. ഒരാൾ വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ അയാളെ എങ്ങനെയാണ് രക്ഷപ്പെടുത്തേണ്ടത്, എന്തൊക്കെയാണ് മുൻകരുതൽ എടുക്കേണ്ടതെന്ന് പറഞ്ഞു തരാം. ബാക്ക് സ്ട്രോക്ക്, പിറകിലോട്ട് നന്നായി നീന്താൻ കഴിയുന്ന ഒരാൾക്ക് മാത്രമേ ജീവനോടുകൂടി ഒരാളെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ പറ്റൂ. ഇത് ആദ്യം മനസ്സിലാക്കണം. നല്ല മഴയാണ്, ചുറ്റിലും വെള്ളം മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ധാരാളം അപകടം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് വെള്ളത്തിൽപ്പെട്ടാൽ നമുക്ക് എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടാം, അല്ലെങ്കിൽ എങ്ങനെ ഒരാളെ രക്ഷപ്പെടുത്താം, ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരാനായിട്ട് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ കണ്ണദാസ് സാർ നമ്മുടെ കൂടെ ഉണ്ട്. അതായത് ജലാശയ അപകടങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നേരിട്ട് കാണുന്ന ആൾക്ക് വെള്ളത്തിലൊരാൾ അകപ്പെട്ട് കഴിഞ്ഞാൽ അത് ലൈവായിട്ട് ആരാണോ നേരിൽ കാണുന്നത് അവർക്ക് മാത്രമേ ജീവനോടെ രക്ഷപ്പെടുത്താൻ പറ്റൂ. അത് 3 മിനിറ്റിനുള്ളിൽ ക്രിയാത്മകമായി ഇടപെട്ടാൽ മാത്രമാണ് ജീവനോടെ രക്ഷപ്പെടുത്താൻ കഴിയും. അല്ലെങ്കിൽ 3 മിനിറ്റിനകത്ത് അദ്ദേഹം അൺകോൺഷ്യസ്, അത് ആരായാലും, എത്ര സ്വിമ്മർ ആണെങ്കിൽ പോലും, എത്ര ശക്തിയുള്ള ആളാണെങ്കിലും കായികമായിട്ട് ബലമുള്ള ആളാണെങ്കിലും 3 മിനിറ്റ് കഴിയുമ്പോൾ ശ്വാസം കിട്ടാതെ 3 മിനിറ്റ് സമയം വെള്ളത്തിനകത്ത് മുങ്ങിപ്പോയാൽ അൺകോൺഷ്യസ് ആവും. അടുത്ത 6 മുതൽ 9 മിനിറ്റിൽ മസ്തിഷ്ക മരണം സംഭവിക്കും. അപ്പോൾ ഈ 3 മിനിറ്റിനുള്ളിൽ ആളെ രക്ഷപ്പെടുത്തുന്നതിനുള്ള ടെക്നിക്ക് എന്ന് പറയുന്നത് ഒരു കാരണവശാലും എടുത്ത് ചാടരുത്. വെള്ളത്തിലകപ്പെട്ട ആളുടെ അടുത്തേക്ക് നേരിട്ട് നീന്തിപ്പോയിട്ട് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത് റെസ്ക്യൂറിൻ്റെ ജീവൻ അപകടത്തിലാക്കും. അപ്പം അത് ഒഴിവാക്കിക്കൊണ്ട് ആദ്യത്തെ കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. ആ സ്റ്റെപ്പ് ഒന്നും നടത്തുന്നില്ലെങ്കിൽ മാത്രമേ നേരിട്ട് ഇറങ്ങിച്ചെന്ന് രക്ഷപ്പെടുത്താൻ പറ്റൂ. അതും പിറകുവശത്ത് കൂടെ മാത്രം പോയിട്ട് ഒരാളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കേണ്ടത്. ആദ്യത്തെ ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഷൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. ആ പ്രദേശത്തുള്ള ആളുകളുടെയൊക്കെ ശ്രദ്ധ ആകർഷിക്കുന്നതിന് വേണ്ടി ഉച്ചത്തിൽ നിലവിളിക്കുകയോ അല്ലെങ്കിൽ സിഗ്നലുകൾ കാണിക്കുകയോ അലേർട്ട് ചെയ്യിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ആദ്യത്തെ. പബ്ലിക്കിൻ്റെ ഒരു അറ്റൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആളുകൾ രക്ഷാപ്രവർത്തനത്തിന് എത്തുന്നതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. രണ്ടാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് റീച്ച് എന്ന മെത്തേഡാണ്. റീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്തിപ്പിടിക്കാൻ പാകത്തിലൊരു വസ്തു നീട്ടിക്കൊടുക്കുക. അതൊരു വടിയാവാം, അല്ലെങ്കിൽ ഒരു കയറാവാം, അല്ലെങ്കിൽ ഒരു തുണിയാവാം, അല്ലെങ്കിൽ ഒരു സാരിയോ ലുങ്കിയോ എന്തെങ്കിലും ആവാം. ഒരു 5-6 മീറ്റർ നീളമുള്ള ഒരു സാധനം ഒരു തൊട്ടടുത്ത് തന്നെയാണ് മുങ്ങി താഴ്ന്നതെങ്കിൽ നമ്മൾ അങ്ങോട്ട് റീച്ച് ചെയ്യുക, എത്തിച്ചു കൊടുക്കുക. അതിനകത്ത് പിടിച്ച് ആളെ വലിച്ച് അങ്ങോട്ട് കയറ്റുക എന്നുള്ളതാണ്. അടുത്ത ടെക്നിക്ക് പറഞ്ഞാൽ ത്രോ ചെയ്യുക എന്നുള്ളതാണ്. എന്തെങ്കിലും ഫ്ലോട്ടിംഗ് ഡിവൈസ്, വെള്ളത്തിൽ പൊന്തിക്കിടക്കാൻ സാധ്യതയുള്ള എന്തെങ്കിലും ഫ്ലോട്ടിംഗ് ഡിവൈസ് മുങ്ങി താഴ്ന്ന ആളുടെ അരികിലേക്ക് എറിഞ്ഞു കൊടുക്കുക. അത് ലൈഫ് ജാക്കറ്റ് ആവാം, ലൈഫ് ബോയ് ആവാം, ഇംപ്രവൈസ്ഡ് ഫ്ലോട്ടിംഗ് ഡിവൈസ് ആവാം, അല്ലെങ്കിൽ പിന്നെ ബോട്ടിൽ ജാക്കറ്റ് ആവാം, ഒരു ക്യാൻ ആവാം, കന്നാസ് ആവാം, എന്തെങ്കിലും ഒരു പാഴ്വസ്തു വെള്ളത്തിൽ പൊന്തിക്കിടക്കുന്ന ഒരു തെർമോക്കോളോ അല്ലെങ്കിൽ ഒരു റബ്ബറിൻ്റെ ട്യൂബോ എന്തെങ്കിലും ആവാം. അപ്പോൾ അതിനകത്ത് പിടിച്ചുകൊണ്ട് അയാൾ നിന്നോളും. പിന്നീട് നമുക്ക് സാവധാനത്തിൽ ആളെ പോയി രക്ഷപ്പെടുത്താം. അടുത്തത് എന്ന് പറയുന്നത് പിന്നെ വെയ്ഡ് എന്നുള്ള മെത്തേഡാണ്. അതായത് വട ഉപയോഗിച്ച് കെട്ടിക്കൊണ്ട് ആളുടെ അടുത്തേ പോയി ആളെ വലിച്ചിങ്ങോട്ട് കയറ്റുക എന്നുള്ളതാണ്. അപ്പോഴും രക്ഷാപ്രവർത്തന സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അടുത്ത ടെക്നിക്ക് എന്ന് പറയുന്നത് റോ, അതായത് തുഴഞ്ഞെടുത്ത് പോകാൻ എന്തെങ്കിലും ഒരു ഉപകരണം ഉണ്ടെങ്കിൽ, ഒരു വഞ്ചിയോ അല്ലെങ്കിൽ ഒരു ബോട്ടോ അല്ലെങ്കിൽ ഒരു കൊച്ചു വള്ളമോ അല്ലെങ്കിൽ ഒരു റബ്ബറിൻ്റെ ഡിങ്കിയോ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ അതിനകത്ത് കയറുക, നേരെ മുങ്ങിത്താഴ്ന്ന ആളുടെ അടുത്ത് പെട്ടെന്ന് തുഴഞ്ഞു പോവുക, ആളെ ആ റബ്ബർ ഡിങ്കിക്കകത്തോ അല്ലെങ്കിൽ ആ ബോട്ടിനകത്തോ ആ വള്ളത്തിനകത്തോ വലിച്ചു കയറ്റുക എന്നുള്ളതാണ്. ഏറ്റവും അവസാനത്തെ ഓപ്ഷനാണ് നീന്തിപ്പോയിട്ട് രക്ഷാപ്രവർത്തനത്തിന് പോവുക എന്നുള്ളത്. നീന്തിപ്പോയി രക്ഷാപ്രവർത്തനത്തിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പിറകുവശത്ത് കൂടെ മാത്രം പോവുക,
പിറകുവശത്ത് കൂടെ മാത്രം പോയിട്ട് ബാക്ക് സ്ട്രോക്ക് നന്നായി നീന്താൻ അറിയുന്നവർക്ക് മാത്രമേ ലൈവായിട്ട് ജീവനോടുകൂടി ഒരാളെ രക്ഷപ്പെടുത്താൻ കഴിയുന്നുള്ളത് മനസ്സിലാക്കുക. പുറകിലൂടെ പിടിക്കേണ്ട ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വെള്ളത്തിൽ ഒരാൾ മുങ്ങിത്താഴുകയാണെങ്കിൽ നമ്മൾ പിറകുവശത്ത് കൂടെ പോയിട്ട് ആളുടെ കഴുത്തിൻ്റെ ഭാഗത്ത് വലത് കൈ ഉപയോഗിച്ചുകൊണ്ട് നേരെ മേലോട്ട് ഉയർത്തുക. കഴുത്തിൻ്റെ മേലോട്ട് ഉയർത്തുന്നതിനെന്ന് വെച്ചാൽ ഒന്ന് ഇയാൾ നമ്മളെ പിടിക്കാതിരിക്കണം, കയറി പിടിച്ച് നമ്മളെ കൺട്രോൾ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിറകുവശത്ത് കൂടെ പോകുന്നത്. കാരണം ഇയാൾ പരിഭ്രാന്തരായിട്ട് ശ്വാസം മുട്ടിയിട്ട് ഇയാൾ ശ്വാസം എടുക്കാൻ കഴിയാതെ പരിഭ്രമിച്ച് നിൽക്കുന്ന സമയത്ത് ഫ്രണ്ടിൽ ഒരാൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അയാളെ കയറി പിടിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടി പിറകുവശത്തെ കൂടെ പോകുന്നു, നമ്മുടെ ബാലൻസ് നഷ്ടപ്പെടാതിരിക്കാൻ വലത്തെ കൈ ഉപയോഗിച്ച് കഴുത്ത് മേലോട്ട് പൊക്കുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മൂക്കും വായും ജലത്തിൻ്റെ ഉപരിതലത്തിൽ വരും, ഇയാൾക്ക് സാവധാനത്തിൽ ശ്വസിക്കാൻ കഴിയും, ഇയാൾ ശാന്തനായി രക്ഷാപ്രവർത്തനോട് സഹകരിക്കും. എന്നതിന് ശേഷം നമ്മൾ ഇയാളുടെ ബോഡി വെയിറ്റ് ശരീരത്തിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് ബാക്കിലോട്ട് ഒരു കൈ ഉപയോഗിച്ച് ബാക്ക് സ്ട്രോക്ക് നീന്തിയിട്ട് വേണം കരയിലോട്ട് പോകാൻ. ഇത് വളരെ റിസ്ക് ആയിട്ടുള്ളൊരു സംഭവമാണ്. അതുകൊണ്ടാണ് രക്ഷാപ്രവർത്തനത്തിൽ ഏറ്റവും റിസ്ക് ആയിട്ടുള്ള രക്ഷാപ്രവർത്തനമായിട്ട് ഈ ജലാശയങ്ങളിലെ അപകടങ്ങളിലെ കണക്കാക്കുന്നത്. രക്ഷാപ്രവർത്തന ജീവൻ തന്നെ അപകടത്തിലാവാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇത് റെസ്ക്യൂ വർക്കിൽ ഏറ്റവും റിസ്ക് ആയിട്ടുള്ളൊരു വർക്കാണ് ജീവനോടെ വെള്ളത്തിൽ നിന്ന് ഒരാളെ രക്ഷപ്പെടുത്തുക എന്നുള്ളത്. ഓക്കെ സാർ, ഈ മുടി പിടിച്ച് വലിക്കുക, സാരി കൊടുക്കുക, അങ്ങനെയുള്ള സാരി പിടിച്ച് വലിക്കുക, അങ്ങനെയുള്ളതൊന്നും ചെയ്യാൻ പറ്റുമോ? മുടിയിൽ പിടിച്ച് ബോധം ഉള്ള ഒരാൾക്കാണെങ്കിൽ നമ്മൾ റീച്ച് എന്ന മെത്തേഡിൽ കൂടെ നേരത്തെ പറഞ്ഞ പോലെ മുടിയിൽ കൈ കൊടുത്ത് വലിച്ചു കയറ്റാം. വടി ഉപയോഗിച്ചോ സാരി ഉപയോഗിച്ചോ എന്തെങ്കിലും വള്ളിപ്പടർപ്പോ അല്ലെങ്കിൽ റോപ്പോ ഉപയോഗിച്ച് അദ്ദേഹത്തെ പിടിച്ച് വലിച്ച് കയറ്റാം. അബോധാവസ്ഥയിലുള്ള ആളാണെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെ വേണമെങ്കിലും വലിച്ച് കൊണ്ടുവന്നതിന് ശേഷം ഉടനെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക, എത്രയും പെട്ടെന്ന് എമർജൻസി മെഡിക്കൽ സർവീസിൽ അറിയിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിക്കുക. ഫസ്റ്റ് എയ്ഡ് CPR ആണ് കൊടുക്കേണ്ടത്. CPR കൊടുക്കുകയെന്ന് വെച്ചാൽ വെള്ളത്തിൽ വീഴുന്നൊരു കേസാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ബ്രീത്താണ് കൊടുക്കേണ്ടത്. ശരീരത്തിലെ അതായത് വയറിനകത്തുള്ള വെള്ളം ലെൻസിനകത്ത് കയറിയിട്ടുള്ള സ്tomachലുള്ള വെള്ളം ഔട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ചരിച്ച് കിടത്തിയിട്ടോ അല്ലെങ്കിൽ കമഴ്ത്തി കിടത്തിയിട്ടോ വയറിൻ്റെ ഭാഗത്ത് പ്രഷർ കൊടുത്ത് വെള്ളത്തിന് ഔട്ട് ചെയ്യുന്നതിന് ശേഷം എന്നിട്ട് നിരപ്പായ സ്ഥലത്ത് കിടക്കുക. അയാൾ ബ്രീത്ത് എടുക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, അയാളുടെ പൾസ് ചെക്ക് ചെയ്യുക. ഇത് രണ്ടും ആബ്സെൻ്റ് ആണെങ്കിൽ ഉടനെ തന്നെ CPR സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം 5 ബ്രീത്ത് കൊടുക്കുക. വെള്ളത്തിൽ വീണ ആൾക്ക് ആദ്യം 5 ബ്രീത്താണ് കൊടുക്കേണ്ടത്. അത് മൗത്ത് ടു മൗത്ത് ബ്രീത്ത് കൊടുക്കാം. മൗത്ത് ടു മൗത്ത് ബ്രീത്ത് കൊടുക്കുന്ന സമയത്ത് റെസ്ക്യൂറിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി ഒരു മാസ്കോ അല്ലെങ്കിൽ ഒരു തൂവാലിയോ കർച്ചഫോ എന്തെങ്കിലും വായിക്കകത്ത് വെച്ചതിന് ശേഷം മൂക്കടച്ച് പിടിച്ചതിന് ശേഷം ശക്തമായിട്ട് അദ്ദേഹത്തിൻ്റെ ലെൻസിലോട്ട് വായിലോട്ട് നന്നായി ഊതി കൊടുക്കുക. ഒരു 5 ബ്രീത്ത് കൊടുക്കുക. എന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ വാരിയിൽ അവസാനിക്കുന്ന പോയിൻ്റായ സ്റ്റെർണം എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് നമ്മുടെ മാസ്റ്റർ ഹാൻഡ് വെച്ചുകൊണ്ട് 2 കൈകളും വെച്ചുകൊണ്ട് 30 കംപ്രഷൻ, ഒരു 5 സെൻറ്റിമീറ്ററെങ്കിലും വാരിയൽ താഴത്തക്ക രീതിയിൽ 30 കംപ്രഷൻ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുക. വീണ്ടും 5 ബ്രീത്ത് കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇത് 1 മിനിറ്റിൽ 100 തവണ ചെയ്യുക. ഒരു മിനിറ്റിനകത്ത് 5 സൈക്കിളായിട്ട് 100 തവണയെങ്കിലും ചെയ്യണം. ബോധം വരുന്നത് വരെയോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തുന്നവരെയോ ഇത് ചെയ്തുകൊണ്ടേയിരിക്കണം. അതാണ് CPR ഇതിനകത്ത് കൊടുക്കുന്ന CPR. ഓക്കെ, അപ്പോൾ ഇപ്പോൾ വെള്ളത്തിൽപ്പെടുന്ന അപകട മരണങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെ വെള്ളത്തിൽപ്പെട്ട രക്ഷപ്പെടുത്താം, അതുപോലെ CPR എല്ലാം എങ്ങനെ കൊടുക്കാം എന്നുള്ളത് നമുക്ക് കണ്ണദാസൻ സാർ, അതായത് ഫയർ ആൻഡ് റെസ്ക്യൂലെ ഓഫീസറാണ്, അപ്പോൾ സാർ പറഞ്ഞു തന്നു. അപ്പോൾ സാർ താങ്ക് യു. അപ്പോൾ നമ്മുടെ ഗ്രീൻ മാംഗോ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ സാറേ താങ്ക് യു. നമ്മളെല്ലാവരും വീട്ടിൽ പാചകവാതകം അഥവാ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഗ്യാസ് സിലിണ്ടർ കൊണ്ട് എന്തെങ്കിലും അപകടമുണ്ടാകുമോ എന്ന ഭയവും നമ്മളെ സദാ അലട്ടിക്കൊണ്ടിരിക്കുന്നു. അതേസമയം നമ്മൾ എത്ര പേർക്ക് ഒരു ഗ്യാസ് സിലിണ്ടർ കൃത്യമായി ഫിറ്റ് ചെയ്യാനറിയാം? ഈ ചോദ്യം കേട്ട് ആരും നെറ്റി ചുളിക്കേണ്ട. ഗ്യാസ് കൊണ്ടുവരുന്നത് മുതൽ ഗ്യാസ് ഫിറ്റ് ചെയ്യുന്നതിന് വരെ അതിൻ്റേതായ രീതികളുണ്ട്. പലപ്പോഴും നമ്മളൊന്നും അതിൽ ബോധവാന്മാരല്ല എന്നുള്ളതാണ് സത്യം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എത്ര വലിയ മണ്ടത്തരമാണ് വീടുകളിൽ കാട്ടിക്കൂട്ടുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകും. പാചകവാതകത്തിന് നിറമോ മണമോ ഇല്ല എന്ന് നമുക്ക് എത്ര പേർക്കറിയാം? ലായനി രൂപത്തിലാണ് കുറ്റിയിൽ ഗ്യാസ് നിറച്ചിരിക്കുന്നത്. ഇതിന് മണമില്ല. പക്ഷേ ഗ്യാസ് ചോർന്നു കഴിഞ്ഞാൽ അറിയാനായി മണം നൽകിയിരിക്കുകയാണ്. വീട്ടിൽ പാചകവാതക സിലിണ്ടർ ചോർന്നാൽ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ പോലും നമ്മളിൽ പലർക്കുമില്ല. ഗ്യാസ് നൽകുന്ന കമ്പനികളും ഇതിനെക്കുറിച്ച് അവബോധം നൽകാറില്ല. ആദ്യമായി വീട്ടിലേക്ക് ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവരുമ്പോൾ അത് ചെരിച്ചിടാനോ ഉരുട്ടിക്കൊണ്ടുവരാനോ പാടില്ല. അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ ദ്രവരൂപത്തിലുള്ള ഇന്ധനം പുറത്തേക്ക് ഒഴുകി വരാനിടയുണ്ട്. നമ്മളിൽ ഭൂരിഭാഗം പേരും ഈ തെറ്റ് ആവർത്തിക്കുന്നവർ തന്നെയാണ്. ഗ്യാസ് സിലിണ്ടർ എപ്പോഴും വീട്ടിൽ വായു സഞ്ചാരമുള്ളിടത്തേ വയ്ക്കാവൂ. അതായത് സൂര്യപ്രകാശം തട്ടാത്ത സ്ഥലത്താണ് അത് സൂക്ഷിക്കാൻ എന്ന് സാരം. അല്ലെങ്കിൽ ചൂട് മൂലം സിലിണ്ടറിനുള്ളിലെ മർദ്ദം കൂടുകയും അത് സ്ഫോടനത്തിന് ഇടയാവുകയും ചെയ്യും. ഒരിക്കലും സിലിണ്ടർ കുഴിയിലിറക്കി വയ്ക്കുകയോ അടപ്പുകൊണ്ട് അടച്ചു വയ്ക്കുകയോ മറച്ചു വയ്ക്കുകയോ ചെയ്യരുത്. ഗ്യാസ് സിലിണ്ടർ പുതിയവ ഫിറ്റ് ചെയ്യുമ്പോഴും പഴയത് മാറ്റുമ്പോഴും അടുക്കളയിലെ വാതിലുകളും ജനാലകളും തുറന്നിട്ട് വായു സഞ്ചാരമുള്ളതാക്കണം എന്നുള്ള നിയമം നമ്മളിൽ എത്ര പേർ പാലിക്കാറുണ്ട്?
വർഷത്തിലൊരിക്കൽ നിർബന്ധമായും ഗ്യാസ് ട്യൂബ് മാറ്റിയിടണം എന്നുള്ള കാര്യവും നമ്മളിൽ എത്ര പേർക്കറിയാം? വീട്ടിൽ ഗ്യാസ് ലീക്കാകുന്നു എന്ന് ബോധ്യപ്പെട്ടാൽ ആദ്യം ചെയ്യേണ്ടത് ഉപയോഗത്തിലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഒന്നും തന്നെ ഓഫ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. പുതുതായി ഒരു ഇലക്ട്രിക് ഉപകരണങ്ങളുടെയും സ്വിച്ച് ഇടുകയും ചെയ്യരുത്. ശേഷം ഗ്യാസിന്റെ റെഗുലേറ്റർ ഓഫ് ചെയ്താൽ തന്നെ ഭൂരിപക്ഷം പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. അടച്ചിട്ടിട്ടുള്ള വെന്റിലേറ്ററുകൾ, വാതിലുകൾ എന്നിവ ഉടൻ തന്നെ തുറന്നിടണം. ഇനി ഗ്യാസ് കുറ്റിക്ക് തീ പിടിച്ചാലോ? ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗ്യാസ് കുറ്റിക്ക് തീ പിടിച്ച് പുറത്തേക്ക് ശക്തിയായി കത്തിയാൽ അത് പൊട്ടിത്തെറിക്കില്ല എന്നുള്ളതാണ്. ലിക്വിഡ് പെട്രോളിയം പുറത്തു വന്ന് ഓക്സിജന്റെ സഹായത്തോടെയാണ് കത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ചെറിയ തീ പടർന്നു കഴിഞ്ഞാൽ കട്ടിയുള്ള പുതപ്പോ ചാക്കോ വെള്ളത്തിൽ നനച്ച് കുറ്റിക്ക് മുകളിലേക്കിട്ടാൽ തീ അണഞ്ഞു കിട്ടും. ഇങ്ങനെ ചെയ്ത് സിലിണ്ടർ തണുപ്പിച്ചതിന് ശേഷം ഗ്യാസ് ഒരിക്കലും വലിച്ചിഴച്ച് പുറത്തേക്ക് കൊണ്ടുപോകരുത്. ഉയർത്തി മാത്രമേ പുറത്തേക്ക് കൊണ്ടുപോകാവൂ. ഗ്യാസ് അടുപ്പുകൾ പുറത്തു വയ്ക്കുകയും അവിടെ നിന്ന് പൈപ്പ് വഴി കണക്ഷൻ അടുപ്പിലേക്ക് നൽകുകയും ചെയ്യുകയാണ് ഏറ്റവും സുരക്ഷിതമായ മുൻകരുതൽ എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്താൽ ഗ്യാസ് ലീക്ക് ഉണ്ടായാൽ തന്നെ പുറത്തുപോയി റെഗുലേറ്റർ ഓഫ് ചെയ്താൽ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാകും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു കുഞ്ഞു ലൈക്കും ഒരു കുഞ്ഞു ഷെയറും ഒരു കുഞ്ഞു കമൻറ്റും തരണമെന്ന് കമ്മിറ്റിയുടെ പേരിൽ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മൊഞ്ചത്തി പെണ്ണിൻ നിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity. Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today, 55488910. Venus Trading and Services, near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service. ലക്ഷ്യം മികച്ച ജോലിയാണെങ്കിൽ പഠിക്കാം റൂട്രോണിക്സിന്റെ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ. കേരളത്തിലുടനീളമുള്ള അംഗീകൃത പഠന കേന്ദ്രങ്ങൾ വഴി SSLC, +2, ഡിപ്ലോമ, ഡിഗ്രി പഠനം പൂർത്തിയാക്കിയവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. SC/ST വിദ്യാർത്ഥികൾക്ക് 100% സൗജന്യവും ഒപ്പം മറ്റ് വിഭാഗങ്ങൾക്ക് നിബന്ധനകളോടെ 20% വരെ ഫീസ് ഇളവിലും പഠിക്കാൻ അവസരം. PSC നിയമനങ്ങൾക്ക് യോഗ്യമായ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ കൂടാതെ റൂട്രോണിക്സ് സർട്ടിഫൈഡ് കോഴ്സുകളും തിരഞ്ഞെടുക്കാം. കമ്പ്യൂട്ടർ പരിജ്ഞാനം നേടാം, ജോലി സാധ്യതകൾ കൂടുതൽ ഉറപ്പുള്ളതാക്കാം. കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിലൂടെ സുരക്ഷിതമായ ഭാവിക്ക് ഉറപ്പുള്ള അടിത്തറ. വിളിക്കൂ 9072 or visit www.eduskilling.com. അവധിക്കാലം കഴിഞ്ഞു, വീണ്ടും സ്കൂളിലേക്ക്. കൂട്ടുകാരുമൊത്ത് ആടിത്തിമിർക്കാൻ, പാടിക്കളിക്കാൻ, അറിവിന്റെ ആദ്യാക്ഷരം നുകരാൻ വീണ്ടും ഒരധ്യയന വർഷം കൂടി. പുതിയ ആളുകൾ, പുതിയ സൗഹൃദങ്ങൾ. സൗഹൃദങ്ങളാണ് നമുക്കെല്ലാം. കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന സൗഹൃദങ്ങളാണ് നമ്മുടെ ശക്തി. പക്ഷേ ലഹരിയുടെ ചതിക്കുഴികൾ ഒരുക്കി കാത്തിരിക്കുന്ന സൗഹൃദങ്ങളുമുണ്ട്. അവരെ തിരിച്ചറിയണ്ടേ? അവരെ ഇല്ലാതാക്കേണ്ടേ? ലഹരിയുടെ ചതിക്കുഴികളിൽ വീഴുന്ന, എരിഞ്ഞടങ്ങുന്ന നമ്മുടെ കുഞ്ഞനുജന്മാരെ, നമ്മുടെ കൂട്ടുകാരെ, അനുജത്തിമാരെ നമുക്ക് രക്ഷിക്കണ്ടേ? വിളിക്കാൻ മടിക്കണ്ട. ഒരു സുഹൃത്തിന്റെ കരുത്തോടെ, ഒരു രക്ഷിതാവിന്റെ വാത്സല്യത്തോടെ, ഒരു അധ്യാപകന്റെ കരുതലോടെ. കേരള എക്സൈസ് എന്നും നിങ്ങളോടൊപ്പം. ഒരു വിളിപ്പാടകലെ. വിളിക്കേണ്ട നമ്പർ 9447178000 9061 178 000. ടോൾ ഫ്രീ നമ്പർ 14